ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബെസ്റ്റ് ഓഫ് 2025 ആണ്. അതോടൊപ്പം തന്നെ യു ഷുഡ് ബൈ ദിസ് ഇൻ 2026. നിങ്ങൾ 2025 ഈ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ വീണ്ടും റീപർച്ചേസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടും ഇല്ല. അപ്പോൾ നമുക്ക് 5 പ്രൊഡക്ട്സ് ഉണ്ട്. ഇത് ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ വാസ്ലിൻ്റെ ഗ്ലൂറ്റാ ഹെയർ സെറമിൻ ലോഷൻ, പിന്നെ വിഷ് കെയറിൻ്റെ നമ്മുടെ ഫ്ലൂയിഡ് സൺസ്ക്രീൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ലോറിയൽ പാരീസിന്റെ ഹെയർ കെയർ, അതായത് ഹെയർ ക്രീം, പിന്നെ കോൺഷ്യസ് കെമിസ്റ്റിന്റെ റെറ്റിനോൾ നൈറ്റ് ക്രീം, പിന്നെ നമ്മുടെ ബെറി ബ്രൈറ്റ്, അതായത് നമ്മുടെ കോൺഷ്യസ് കെമിസ്റ്റിന്റെ തന്നെ ഒരു വൈറൽ സൺസ്ക്രീൻ ആണ്. ഇതൊക്കെ ബിലോ 500 ആണ് കേട്ടോ. പിന്നെ നമ്മുടെ കോൺഷ്യസ് കെമിസ്റ്റ് മാത്രമേ ഉള്ളൂ 600 ആൻഡ് സംതിങ് എബോ വരുന്നത്. പക്ഷേ ഇതും നമുക്ക് ഇപ്പം ഓഫറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്ര എമൗണ്ട് ഒന്നും കൊടുക്കേണ്ട, ബിലോ 500 റേഞ്ചിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വാസ്ലിൻ്റെ ഗ്ലൂറ്റാ ഹെയർ സെറമിൻ ലോഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പരിപ്പ് ഫുള്ള് ഞാൻ എടുത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും തന്നെ ഇല്ല. ശരിക്കും നമുക്കൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് കൊണ്ടുവരുന്നുണ്ട്. നല്ല ഡീപ്പായിട്ടുള്ള ഒരു മോയ്സ്ചറൈസേഷൻ ആണ് കൊണ്ടുവരുന്നത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ. ഇത് നമ്മൾ ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ട്വൈസ് അത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഡെയിലി, അതായത് മോർണിംഗും അതോടൊപ്പം തന്നെ നൈറ്റും. പിന്നെ നമുക്ക് ഡീപ്പായിട്ടുള്ള ഒരു നറിഷ്മെന്റ് കിട്ടാൻ കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള ഹൈലറോണിക് ആസിഡ് ഒക്കെയാണ്. ഇതിൽ എന്തൊക്കെയാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. അതായത് ഗ്ലൂട്ടാഗ്ലോ, ഹൈലറോൺ ആൻഡ് നിയാസിനമൈഡ്. നിയാസിനമൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ബ്രൈറ്റനിങ് ഇൻഗ്രീഡിയന്റ് ആണെന്ന്. അതുകൊണ്ടാണ് നമുക്കൊരു നാച്ചുറൽ റേഡിയൻസ് നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നത്. 10 മോർ പവർഫുൾ ദാൻ വൈറ്റമിൻ സി എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന് കാരണം 10 മോർ, അതായത് നിയാസിനമൈഡ് തന്നെയാണ് കേട്ടോ. അതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു റേഡിയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. വൈറ്റമിൻ സിനെക്കാട്ടിലും പവർഫുൾ ആണ്. പിന്നെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് തന്നെ അബ്സോർവ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നല്ലൊരു മൈൽഡ് ലവ്ലി ഫ്രാഗ്രൻസ് ആണ്. ഇതിന്റെ ML നോക്കുകയാണെങ്കിൽ ഇതൊരു 200 ml ഓഫ് പ്രൊഡക്റ്റിന് വരുന്ന പ്രൈസ് 325 രൂപയാണ്. ഇപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല ഓഫറിൽ കിട്ടും കേട്ടോ. നൈക്കയിലൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമുക്ക് നല്ല അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആണ്. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ട്വൈസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതൊക്കെയാണ് നമ്മുടെ വാസ്ലിന്റെ ഗ്ലൂറ്റാ ഹെയർ സെറമിൻ ലോഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ 10 ആക്റ്റീവ് നിയാസിനമൈഡ് ബൂസ്റ്റ് സ്കിൻ നാച്ചുറൽ റേഡിയൻസ്. നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ റേഡിയൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് വാസ്ലിൻ ജെല്ലി, അതായത് ലോക്സ് മോയ്സ്ചർ ഡീപ്പ് വിത്തിൻ യുവർ സ്കിൻ. നല്ലൊരു ഡീപ്പ് മോയ്സ്ചറൈസേഷൻ കിട്ടാൻ കാരണം ബ്രൈറ്റർ ഗ്ലോയിങ് സ്കിൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് വാസ്ലിന്റെ ഗ്ലൂറ്റാ ഹെയർ സെറമിൻ ലോഷൻ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ. ഇതൊക്കെയാണ് നമുക്ക് വാസ്ലിന്റെ ഗ്ലൂറ്റാ ഹെയർ സെറമിൻ ലോഷനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് ഷുവറായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഒരിക്കലും വാങ്ങിച്ചാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്സ് ആണ് കേട്ടോ. അടുത്തത് നമ്മുടെ ഒരു ഹെയർ ക്രീം ആണ്. ഇത് നമ്മുടെ ലോറിയൽ പാരീസിന്റെ ഹൈലറോൺ മോയ്സ്ചർ ഹെയർ ക്രീം ആണ്. ഇത് നൈറ്റ് ക്രീം ആണ് കേട്ടോ. നൈറ്റ് ടൈമിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ മുടിയുടെ ഈ ഒരു ലെങ്ത് വൈസിൽ വേണം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് നല്ലൊരു മോയിസ്റ്റേർഡ് ആയിട്ടുള്ള കിടിലനായിട്ടുള്ള ഒരു മുടിയായിരിക്കും കിട്ടുന്നത്. ഒട്ടും തന്നെ ഫ്രിസിയോ അല്ലെങ്കിൽ പാറി പടർന്നൊന്നും കിടക്കില്ല. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മുടിയുടെ ടെക്സ്ചറിൽ തന്നെ നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് ഒക്കെ അറിയാൻ പറ്റും. കാരണം ഇതിൽ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് ഹൈഡ്രാ ഫില്ലിംഗ് നൈറ്റ് ക്രീം ആണല്ലോ, ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡ് ആണ്. അതായത് 4 മോർ ഹൈഡ്രേഷൻ ആൻഡ് സോഫ്റ്റ്നെസ് ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ദിസ് ഹൈഡ്രേഷൻ കിട്ടാൻ കാരണം ബിക്കോസ് ഓഫ് ദിസ് ഹൈലറോണിക് ആസിഡ് എന്ന് പറയാൻ വന്നതാണ്. ബിക്കോസ് ഓഫ് ദിസ് ഹൈഡ്രേഷൻ ആയിപ്പോയി. അപ്പൊ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്താൽ ലീവ്സ് ഇൻ നോ വെയിറ്റ് ഡൗൺ. ഒട്ടും തന്നെ ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് കൺസിസ്റ്റൻസി ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇതിന്റെ ആ ഒരു ടെക്സ്ചർ ഒന്ന് കാണിക്കാം. ഇതേപോലെ നമ്മുടെ ഹെയറിന്റെ ലെങ്തിൽ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ശരിക്കും നമ്മുടെ എന്താ പറയുക, മുടി ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും. നല്ലൊരു ലവ്ലി ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 499 ആണ് വരുന്നത്. ഇപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല ഓഫറൊക്കെ ഉണ്ട്. ഇത് 180 ml ആണ് കേട്ടോ. നമുക്ക് നല്ല ഓഫേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഹെയറിനൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പിന്നെ എത്ര നേരത്തേക്കാണ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ആ ഒരു മോയ്സ്ചറൈസേഷൻ നമ്മുടെ നമ്മുടെ ഹെയറിന് കിട്ടുക എന്ന് നോക്കുകയാണെങ്കിൽ 72 hours ആണ് കേട്ടോ. ഈ ഒരു നൈറ്റ് ക്രീം നമ്മൾ രാത്രിയിൽ അപ്ലൈ ചെയ്തിട്ട് ഓവർനൈറ്റ് നമ്മൾ ലീവ് ഇറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് വാഷ് ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. 3 ദിവസം വരെ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ ഹെയർ ഒട്ടും തന്നെ ആ ഒരു ജടയൊന്നും ഇല്ലാണ്ട് നല്ല മോയിസ്ചേർഡ് ആയിട്ടും സോഫ്റ്റർ ആയിട്ടും സ്മൂത്ത് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലനായിട്ടുള്ള ഒരു ഹെയർ ക്രീം ആണ്. അപ്പൊ ഇതിന് എത്രയാണ് റേറ്റിംഗ് കൊടുക്കാൻ നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് 5 നമുക്ക് 4.9 കൊടുക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. വാസ്ലിന്റെ ആണെങ്കിൽ 4.5 ഒക്കെ കൊടുക്കാം കേട്ടോ.
അടുത്തത് അത്യാവശ്യം നല്ല രീതിക്ക് വൈറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കോൺഷ്യസ് കെമിസ്റ്റിന്റെ ഡിഫൻഡർ എന്ന് പറഞ്ഞ റെറ്റിനോൾ നൈറ്റ് ക്രീം ആണ് കേട്ടോ. എൻക്യാപ്സുലേറ്റഡ് വിത്ത് പെപ്റ്റൈഡ്സും റെറ്റിനോളൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മൾട്ടി പെപ്റ്റൈഡ് പ്രീബയോട്ടിക് അല്ല പ്രോബയോട്ടിക് കോംപ്ലക്സ് മറുള ഓയിലൊക്കെയാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. 50 ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ പ്രൈസ് 649 രൂപയാണ്. പക്ഷെ നമുക്ക് അത്രയും എമൗണ്ട് കൊടുക്കേണ്ട, 300 400 ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടും കേട്ടോ. നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു ഏജിങ് ഒക്കെ നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യാനും പ്രീമച്ചുവർ ഏജിങ് ഒക്കെ തടയാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ ബിഗിനർ ഫ്രണ്ട്ലി ആണ് കേട്ടോ, അത് ഓർത്ത് പേടിക്കേണ്ട. നമ്മൾ ഒരാഴ്ചയിൽ നമ്മളിപ്പം ഒറ്റ ടൈം മാത്രം യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ 2 പ്രാവശ്യമായിട്ട് അതും ഓൾട്ടർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ ഗ്രാജുവലി വേണം റെറ്റിനോൾ ക്രീം ഒക്കെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഡെയിലി നമ്മൾ അപ്ലൈ ചെയ്യാണ്ട് ആ റൂട്ടീൻ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് വരിക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഗ്രാജുവലി കൂട്ടി കൊണ്ടുവരിക. സ്കിന്നിന്റെ ടെക്സ്ചറും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ ടൂണൊക്കെ ഈവൻ ടോണിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് കേട്ടോ. കാരണം ഡിസ്കളറേഷൻ ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ മെലസ്മ പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ശരിക്കും നല്ല മാറ്റം വരും. ഇത് ഫ്രാഗ്രൻസ് ഇൻക്ലൂഡ് അല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് തന്നെ അബ്സോർവ് ചെയ്യും. നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. റെറ്റിനോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ വൈറ്റമിൻ സി ഇതോടൊപ്പം തന്നെ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾ സിറമോ അല്ലെങ്കിൽ ക്ലെൻസർ വലിയ കുഴപ്പമില്ല, വാഷ് ഓഫ് ചെയ്ത് പോവല്ലേ, സിറം ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യരുത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ റെറ്റിനോൾ ക്രീം എപ്പോഴും ഒരു 25 എബോവ് 25 ടു അത്രയും ഏജുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഇതിന്റെ റേറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ ഇത് 5 ഔട്ട് ഓഫ് 4.9 ആ ഒരു റേറ്റിംഗ് കൊടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അല്ലെങ്കിൽ 5 ഔട്ട് ഓഫ് 5 കൊടുക്കാൻ പറ്റിയ കിഡിലൻ പ്രൊഡക്റ്റ് ആണ്. എനിക്ക് ഹോണസ്റ്റ്ലി ഇത് യൂസ് ചെയ്തിട്ട് ശരിക്കും റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അടുത്തത് നമ്മുടെ വിഷ് കെയറിന്റെ ഓയിൽ ബാലൻസ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ ആണ്. ഇതിൽ മെയിൻ ആയിട്ട് നിയാസിനമൈഡ് 5% ആണ്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് പോലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൺസ്ക്രീൻ ആണ്. 5% ഓഫ് നിയാസിനമൈഡ് എന്ന് പറയുന്നത് അതിന്റെ കോൺസെൻട്രേഷൻ ഒട്ടും തന്നെ ഭയങ്കര കൂടുതലല്ല, നമ്മുടെ സ്കിൻ ഫ്രണ്ട്ലി ആണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഓട്സിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്. പിന്നെ സിങ്ക് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സിങ്ക്, PCA, സെറാമൈഡ്സ് ആൻഡ് സിക നമ്മുടെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഒന്ന് കാം ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ക്യുക്കായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ചെയ്ത് പോകുന്നുണ്ട്. ഒട്ടും തന്നെ നമുക്ക് ഗ്രീസി സ്റ്റിക്കി ഫീലിംഗ് ഇല്ല. നല്ല രീതിക്ക് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 8 hours വരെ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്കിലും നമ്മൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കാം. മേക്കപ്പ് ഒക്കെ ഇട്ടതിന് മുകളിലൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇല്ല. പിന്നെ നമുക്ക് അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഇത് കോമ്പിനേഷൻ ഓയിലി സ്കിന്നുകാർക്കാണ് ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ നിങ്ങളിപ്പോൾ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണ്. ഈവൻ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് പോലും യാതൊരു വിധ പ്രശ്നം ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിന്റെ പ്രൈസ് വരുന്നത് എനിക്ക് തോന്നുന്നു 50 ഗ്രാം ഓഫ് പ്രൊഡക്റ്റിന് വരുന്ന പ്രൈസ് 499 399 മറ്റോ ആണ്. പക്ഷെ അത്യാവശ്യം ഓഫർ കിട്ടുന്നതാണ്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് 300 സംതിങ് അല്ലെങ്കിൽ ഒരു 200 സംതിങ്ങിനൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഓയിൽസ് ഒക്കെ നല്ല രീതിക്ക് ബാലൻസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട്. അതിന് കാരണം നിയാസിനമൈഡ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടിട്ടാണ്. സിക ഒക്കെ ആ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇറിറ്റേഷൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടെങ്കിൽ അതൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഡ്യൂയി ഗ്ലോയി ഫിനിഷ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാറ്റ് ഫിനിഷ് എന്നാണ് പറയുന്നത്. കുറച്ചൊരു ഡ്യൂയി ഫിനിഷ് ആണ് നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ടോ, അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ക്യുക്കായിട്ട് അബ്സോർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ആപ്ലിക്കേഷനിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ലവ്ലി ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് നല്ലൊരു ഇൻസ്റ്റന്റ് കൂളിംഗ് ആണ് കേട്ടോ. നമ്മുടെ സ്കിൻ ഒട്ടും തന്നെ ഓക്സിഡൈസ് ഒന്നും ആക്കുന്നില്ല, ഡള്ളൊന്നും ആക്കുന്നില്ല. ഇനി അടുത്തത് ഇതിന്റെ റേറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിന്റെ റേറ്റിംഗ് നോക്കാം. ഇത് ഔട്ട് ഓഫ് 5 5 കൊടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അടുത്തത് നമ്മുടെ കോൺഷ്യസ് കെമിസ്റ്റിന്റെ ബെറി ബ്രൈറ്റ് എന്ന് പറഞ്ഞ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതിന്റെ SPF എന്തുമാത്രമാണെന്ന് നോക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ വിഷ് കെയറിന്റെയും SPF 50 ആണ്. PA 4+ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിയാസിനമൈഡ് ബ്ലാക്ക്ബെറി ഒക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. സോ നമുക്കൊരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടുന്ന ഒരു പർപ്പിൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നമുക്ക് അപ്ലൈ ചെയ്യുമ്പം ആ ഒരു കളർ നമ്മുടെ സ്കിന്നിൽ കാണാൻ പറ്റുന്ന. ആഫ്റ്റർ ദാറ്റ് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല വൈറൽ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത്
ഒരു 249 രൂപയുള്ളൂ വന്നിട്ടുള്ളൂ. ഇത് ഒരുപാട് ml ഒന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു 20 gram ഓഫ് പ്രൊഡക്റ്റ് ആണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ്ഫുൾ ആണ്. ഇതൊരു ജെൽ കൺസിസ്റ്റൻസി ആണ്, ഭയങ്കര തിക്ക് ക്രീമി കൺസിസ്റ്റൻസി ഒന്നുമല്ല. ക്യുക്കായിട്ട് തന്നെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ബ്ലെൻഡ് ആയി പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും കിടിലൻ പ്രൊഡക്റ്റ് ആണ്. പോഴ്സ് ഒക്കെ നല്ല രീതിക്ക് ബ്ലർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ റേഡിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈവൻ ടോൺ തരുന്നുണ്ട്, നല്ലൊരു ഡീപ്പ് മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും അമേസിംഗ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു കോൺഷ്യസ് കെമിസ്റ്റിന്റെ ബെറി ബ്രൈറ്റ് സൺസ്ക്രീൻ. അപ്പോൾ ഈ 5 പ്രൊഡക്ട്സും നമ്മൾ ഒരിക്കൽ വാങ്ങിച്ച ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും റീപർച്ചേസ് ചെയ്യും. കാരണം ഇത് അഫോർഡബിൾ പ്രൈസ് ആണ്. അതോടൊപ്പം തന്നെ എല്ലാം തന്നെ നമുക്ക് സ്കിൻ കെയർ ചെയ്യുമ്പം നല്ല റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും, ഇന്ന സ്കിൻ ടൈപ്പ് എന്നല്ല, നിങ്ങൾ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ നമുക്ക് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്, ഈ 5ഉം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ 5 പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടുള്ള അത്യാവശ്യം കുറച്ച് വേണ്ട ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ, ആഡ് ചെയ്തേക്കാം കാർഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാവുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ എനിക്ക് ഇനിയും വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.